നമ്മൾ വീണ്ടും ജർമ്മനിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ജർമ്മനിയിൽ കഥ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടാണ് നമ്മൾ മാൽദീവ്സിലേക്ക് ലക്ഷദ്വീപിലേക്കൊക്കെ പോയത്. ജർമ്മനിയിലെ മ്യൂണിക്കിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. ബിയർ ഫെസ്റ്റിവലും ഹിറ്റ്ലർ രാഷ്ട്രീയത്തിലേക്ക് വളർന്നു വന്ന പ്രദേശങ്ങളും ഒക്കെ കണ്ടു. അടുത്തതായിട്ട് നമ്മൾ ആൽപ്സിലേക്ക് പോവുകയാണ്. അതിമനോഹരമായ ആൽപ്സ് പർവ്വതം. ഈ മ്യൂണിക്ക് എന്ന് പറയുന്നത് ജർമ്മനിയുടെ തെക്ക് ഭാഗമാണ്. മ്യൂണിക്ക് ബവേറിയ എന്ന സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമാണ്. ബവേറിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് ജർമ്മനിയുടെ ആൽപ്സ് പർവ്വതവും അതിൻ്റെ ചെരിവുകളും താഴ്വാരങ്ങളും എല്ലാം ഉൾപ്പെടുന്നൊരു സ്റ്റേറ്റാണ്. അതിമനോഹരമായൊരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൻ്റെ തലസ്ഥാനത്ത് നിന്ന് വീണ്ടും തെക്കോട്ട് നമ്മൾ കുറച്ചുകൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ആൽപ്സ് പർവ്വതത്തിൻ്റെ ചെരിവുകളിലേക്ക് എത്തുന്നു. പിന്നെ യാത്ര ചെയ്ത് കൊടുമുടികളിലേക്ക് എത്തുന്നു. പിന്നെ നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെയും ഓസ്ട്രിയയുടെയും ഒക്കെ അതിർത്തിയിലേക്ക് എത്തുന്നു. ഈ ഓസ്ട്രിയയുടെ അതിർത്തിയിലുള്ള അതിഗംഭീരമായ ഒരു സ്ഥലമാണ് ബാച്ചസ് ഗാർഡൻ. വീണ്ടും നമ്മൾ മല കയറി ചെന്ന് കഴിഞ്ഞാൽ ഒബർ സാൽസ്ബർഗ് എന്ന പ്രദേശത്തിനടുത്തുള്ള ഈഗിൾസ് നെസ്റ്റിലെത്തും. ഈഗിൾസ് നെസ്റ്റ് ഹിറ്റ്ലറുടെ ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു. 17 or 18 തവണ ഹിറ്റ്ലർ തൻ്റെ ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാരുമായിട്ട് വന്ന് താമസിച്ചിട്ടുള്ള വലിയൊരു ബംഗ്ലാവ് ആ കൊടുമുടിയുടെ മുകളിലുണ്ട്. അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ അല്പസാഹസികമായ യാത്രയാണ്. സാധാരണ കാറുകൾക്കും മറ്റു വാഹനങ്ങൾക്കൊന്നും അങ്ങോട്ട് അനുമതിയില്ല. പ്രത്യേകമായി അവിടേക്ക് യാത്ര ചെയ്യുന്ന ചില ബസ്സുകളിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഈ ബസ്സിലും നമുക്ക് ഈഗിൾസ് നെസ്റ്റ് വരെ പോകാൻ കഴിയില്ല. അതിൻ്റെ കഥയിലേക്ക് നമുക്ക് വരാം. ഞങ്ങൾ രാവിലെ തന്നെ മ്യൂണിക്കിലെ ബിനുവിൻ്റെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മനോഹരമായ ഭൂപ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ, ചെറിയ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ട് ഓടുകയാണ്. അതിവിശദമായി അത് സഞ്ചാരത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് സഞ്ചാരത്തിൻ്റെ എപ്പിസോഡുകളിൽ ഇനി നിങ്ങൾക്ക് കാണാനും കഴിയും. നമ്മൾ കുറേ ഓടി കഴിയുമ്പോഴത്തേക്കും തനി ബവേറിയൻ ഭൂപ്രദേശത്തേക്ക് എത്തുന്നു. ബവേറിയൻ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ കുന്നുകളും താഴ്വരകളും മലകളും ഒക്കെ നിറഞ്ഞതാണ്. ആദ്യം കുന്നുകൾ, പിന്നെ മൊട്ടക്കുന്നുകൾ, പുൽമേടുകൾ, അതിൻ്റെ ഓരങ്ങളിൽ വനങ്ങൾ, ഈ പുൽമേടുകളുടെ സമീപത്തായിട്ട് ചെറിയ ഗ്രാമങ്ങൾ, ഈ ഗ്രാമങ്ങളുടെ ഒത്ത മധ്യത്തിൽ ആകാശത്തേക്ക് കൂർത്ത ഗോപുരമായിട്ട് നിൽക്കുന്ന ഒരു പള്ളി. അതൊക്കെ നമ്മൾ യൂറോപ്പിൽ കാണുന്ന മറ്റു പള്ളികൾ പോലെയല്ല, ഒരു പ്രത്യേക ശൈലിയിലാണ്. അതൊരു രസകരമായ കാഴ്ചയാണ്. ആ ഗ്രാമങ്ങൾ പിന്നിട്ട് നമ്മൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഭൂപ്രകൃതി മാറുന്നു. പുൽമേടുകളുടെ അളവ് കൂടുന്നു. മലകൾ മൊട്ടക്കുന്നുകളിൽ നിന്നും മഞ്ഞുമലകളായിട്ട് രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് നിരവധി ഗ്രാമങ്ങൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. ചില ഗ്രാമങ്ങളിലൊന്ന് ഇറങ്ങണം എന്നെനിക്കുണ്ടായിരുന്നു. കാരണം ഇതേപോലൊരു അവസരം എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ പലപ്പോഴും മ്യൂണിക്കിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്താൻ പറ്റില്ല. ട്രെയിനിൽ പോയാലും മറ്റ് ബസ്സിൽ പോയാലും ഒന്നും നമുക്ക് നിർത്താൻ പറ്റില്ല. ഇങ്ങനെ നമ്മുടെ ഒരു സഹോദരൻ്റെ കാറുള്ളപ്പോൾ നമുക്ക് നിർത്തി പോകാം, പല കാഴ്ചകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ചെറിയ ഗ്രാമത്തിൽ വണ്ടി നിർത്താൻ തീരുമാനിച്ചു. റെയ്റ്റ്വെഗ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ. അവിടെ ബോർഡുണ്ട്, ഇത് ടൂറിസ്റ്റുകളുടെ ഒരു ഗ്രാമമാണെന്ന് അവിടെ ഒരു ബോർഡുണ്ട്. കൂടാതെ ആ ഗ്രാമത്തിലേക്ക് കയറുന്നിടത്ത് കുറച്ചേറെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡുകളിലൊക്കെ ആ ഗ്രാമത്തിലും അതിൻ്റെ പരിസരത്തുമായിട്ട് നടത്താൻ കഴിയുന്ന ടൂറിസം ആക്ടിവിറ്റികളുടെ എല്ലാം ബോർഡുകളാണ്. ചിലത് മലകയറ്റം, ട്രക്കിങ്, ഹൈക്കിങ്, കുതിരസവാരി, സ്കീയിങ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ആക്ടിവിറ്റികൾക്കുള്ള സാധ്യത എവിടെയുണ്ടെന്ന് പല ബോർഡുകൾ, പല സ്ഥാപനങ്ങളുടെ ബോർഡുകൾ. ആ റെയ്റ്റ്വെഗ് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന, അതായത് മെയിൻ പാതയിൽ നിന്ന് അങ്ങോട്ട് തിരിയുന്ന ജംഗ്ഷനിൽ വണ്ടിയൊന്ന് നിർത്തി ഞാൻ ഇതൊക്കെ ഒന്ന് വായിച്ചു, കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ ആ റെയ്റ്റ്വെഗ് ഗ്രാമത്തിലേക്ക് വണ്ടി വിടാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഗ്രാമം കാണാം. ഈ കുന്നിൻ്റെ ചെറിയൊരു ചെരുവിൽ കൂടെ മുകളിൽ കൂടെയാണ് ഈ പാത പോകുന്നത്. അപ്പോൾ ഈ ജംഗ്ഷനിലേക്ക് തിരിഞ്ഞ് ചെറിയൊരു ഇറക്കം ഇറങ്ങി ആ പുൽമേടുകളിലൂടെ ഇങ്ങനെ വളഞ്ഞു പോകുന്ന സുന്ദരമായൊരു പാതയിലൂടെ ഗ്രാമത്തിലേക്ക് എത്തണം. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോകുമ്പോൾ നിരവധി ആളുകൾ വടിയൊക്കെ കുത്തി, അതായത് മല കയറാൻ പോകുന്ന ഒരു വടിയുണ്ടല്ലോ, അതൊക്കെ കുത്തി നടക്കാൻ പോകുന്നു. രാവിലെ സമയമാണ്, ഒരു 10-11 മണി ആകുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല സുഖകരമായ കാലാവസ്ഥയാണ്. മഞ്ഞുകാലം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ വേനൽക്കാലം അങ്ങ് അവസാനിച്ചിരിക്കുന്നു. ഏതാണ്ടൊരു സുന്ദരമായ മിതശീതോഷ്ണമായ ഒരു കാലാവസ്ഥ, എന്നാൽ ഇളം തണുപ്പുണ്ട്. അതിസുന്ദരമായ പ്രദേശം എന്ന് പറഞ്ഞാൽ അതിസുന്ദരമായ പ്രദേശം. നമ്മൾ കലണ്ടറുകളിലൊക്കെ കണ്ടിട്ടുള്ള തരത്തിലെ പ്രദേശം. പുൽമേടുകളാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ അതേ ഭൂപ്രകൃതി. മരവീടുകൾ. ഈ മരവീടുകൾ 2 നിലയുള്ളതായിരിക്കും. ഈ വീടുകളുടെ എല്ലാം ജാലകത്തിലും ഇറമ്പിലും ഒക്കെ പൂച്ചട്ടികൾ നിറഞ്ഞ് പൂക്കലുകളുമായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. അതിമനോഹരമായ കാഴ്ച. ഈ വീടുകളുടെ താഴത്തെ നിലകൾ പലതും കല്ലുകൊണ്ട് പണിതതാണ്. 2ാം നിലയാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മുകളിലത്തെ നിലയാകുമ്പോഴത്തേക്കും പൂർണ്ണമായും മരം കൊണ്ടാണ് പണിതിരിക്കുന്നത്. അപ്പോൾ കല്ലും മരവും കൊണ്ടുള്ളൊരു നിർമ്മിതി. ചിലപ്പോൾ 2, 3, 4 വീടുകളുടെ ഒരു കോംപ്ലക്സ് ആയിരിക്കും, ഒരൊറ്റ വീട് തന്നെ. അതിലൊരു ഭാഗത്ത് പശുവിനെ കെട്ടുന്ന പശുക്കളുടെ ഒരു തൊഴുത്തുണ്ടാവും. അതിൻ്റെ അനുബന്ധമായിട്ട് പശുവിനുള്ള തീറ്റ സൂക്ഷിക്കുന്ന ഒരു ചെറിയ ഷെഡുണ്ടാവും. ഈ ഷെഡൊന്നും വൃത്തികേടായിട്ടല്ല, നല്ല വൃത്തിയായിട്ടുള്ള ഷെഡുകളുണ്ടാവും. കൂടാതെ പാലുൽപ്പന്നങ്ങൾ പല വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. ചീസ് ഉണ്ടാക്കുന്നു, പലവിധ പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ഫാക്ടറി എന്ന് പറഞ്ഞുകൂടാ, ചെറിയൊരു വർക്ക്ഷോപ്പിൻ്റെ മാത്രം വലിപ്പമുള്ള 2 or 3 വീടുകൾ ചേർന്ന് ഉള്ള അത്തരമൊരു ചെറിയൊരു സംവിധാനം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേ പുറമേ കാണുന്ന കാഴ്ച.
അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടി വിട്ടു, വീട്ടിൻ്റെ മുറ്റത്തേക്ക് ചെല്ലുന്നു. വീട്ടിൻ്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ ആരെയും കാണുന്നില്ല. ഞാൻ അവിടെ വണ്ടി നിർത്തി ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ചുറ്റും നടന്നു, ആരെയും കണ്ടില്ല. കുറച്ച് ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ഈ വീടിൻ്റെ അവരുടെ ഗസ്റ്റ് ഹൗസാണെന്ന് തോന്നുന്ന ഒരു കെട്ടിടത്തിൻ്റെ, കൂടാതെ വീട്ടിൻ്റെ പരിസരത്തെ കാഴ്ചകൾ. ആ പുൽമേടുകളിൽ പരിസരത്ത് മുഴുവൻ നിരവധി പശുക്കൾ മേഞ്ഞ് നടക്കുകയാണ്. പശുക്കൾ എന്ന് പറഞ്ഞാൽ നല്ല മെഴുത്ത് തുടുത്ത പശുക്കൾ. അവർ നമ്മളെ കാണുമ്പോൾ നോക്കും, ഇതാരാ, തന്നെയൊന്നും കണ്ടിട്ടില്ല ഇതിനു മുമ്പ് എന്നുള്ള മട്ടിൽ വളരെ ഗൗരവത്തിലാണ്. പ്രൗഢയായ പശുക്കളാണ്. പശുക്കിടാങ്ങളുണ്ട്. ഇവർ കയറൊന്നുമില്ല കഴുത്തിൽ. ഇവരെ ഇതിനകത്ത് മേയാൻ വിട്ടിരിക്കുകയാണ്. വിശാലമായ പുൽമേടുകളല്ലേ, കുന്നുകളും താഴ്വരകളുമായിട്ട്. ഇതിൻ്റെ റോഡിൻ്റെ വക്കിലേക്കൊക്കെ വരുമ്പോൾ ഈ പുൽമേടുകളുടെ അതിര് ചേർന്ന് ചെറിയൊരു കമ്പി, അതായത് ഒരു ചരട് പോലൊരു സാധനം വലിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ ചരടാണ് പശുവിനെ റോഡിലേക്ക് ഇറങ്ങാതെ അല്ലെങ്കിൽ അടുത്ത പറമ്പിലേക്ക് പോകാതിരിക്കാൻ സംരക്ഷിക്കുന്നത്, അല്ലെ തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ പശുവിനറിയാം ഈ ചരട് കാണുമ്പം ഞാൻ പോകാൻ ഉദ്ദേശിച്ച സ്ഥലമല്ലാന്ന്. അപ്പോൾ നിയമം അനുസരിക്കുന്ന പശുക്കളാണ് അവിടെ ഉള്ളത് പോലും എന്നെനിക്ക് തോന്നി. അപ്പോൾ അവിടെ ഒരു ബോർഡിനകത്ത് ഈ വീടിനോടനുബന്ധമായി കിട്ടുന്ന സൗകര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇത്തരം വീടുകളിലേക്ക് വലിയ തോതിൽ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. പശുക്കളെ മേയിച്ച് പശുക്കളിൽ നിന്നുള്ള പാലും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി വിൽക്കുന്നത് മാത്രമല്ല, ഇന്ന് ഈ ആൽപ്സ് പർവ്വതത്തിൻ്റെ ചെരുവുകളിലെ ബവേറിയൻ ഗ്രാമങ്ങളിലെ ആളുകളുടെ വരുമാനം. ഫാം ടൂറിസം എന്ന് പറയുന്ന വലിയൊരു സങ്കല്പത്തോടെ വിജയകരമായി നടക്കുകയാണ്. അതായത് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഇപ്പോൾ പശുക്കൾ മാത്രമല്ല, ആടുകളെ വളർത്തുന്ന ഫാമുകളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുടുംബമായിട്ട് നിങ്ങൾക്ക് വീക്കെൻഡിലേക്ക് അല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് പോയി താമസിക്കാം. അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാവും. ചില വീടുകൾക്ക് വീടിനോട് ചേർന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാവും. മറ്റ് ചില വീടുകളുടെ തട്ടുംപുറം, ആറ്റിക് ഫ്ലോർ എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റിക് ഫ്ലോറിൽ മനോഹരമായ ബെഡൊക്കെ ഒരുക്കി നല്ല ശരിക്കും പറഞ്ഞാൽ തട്ടുംപുറമാണ്. ഇങ്ങനെ അതിൻ്റെ മേൽക്കൂര ഇങ്ങനെ ചെരിഞ്ഞിരിക്കും നമുക്ക് കാണാം. പക്ഷേ തലയൊന്നും മുട്ടില്ല. നല്ല തണുപ്പ് സ്ഥലമാണല്ലോ, അതുകൊണ്ട് നല്ല സുഖകരമാണ്. മരം കൊണ്ട് പാനൽ ചെയ്ത മച്ച്, അതിൻ്റെ മേൽക്കൂര, വശങ്ങൾ ഒക്കെയാണ്. അതിനകത്ത് മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന ബെഡുണ്ടാവും, ടോയ്ലറ്റ്സ് ഉണ്ടാവും, എല്ലാ ഫെസിലിറ്റികളും ഉണ്ടാവും. അപ്പോൾ ചില വീടുകളിലെ ഈ ആറ്റിക് ഫ്ലോറുകളിലാണ് ആളുകൾക്ക് പോയി താമസിക്കാൻ സൗകര്യം ഒരുക്കുക. അവിടെ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫാമിൻ്റെയും ഈ പശു വളർത്തലിൻ്റെയും ഭാഗമായിട്ട് 3-4 ദിവസം ജീവിക്കാം. അതായത് ആട്ടിന് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുട്ടികളെ ഈ ആട്ടിൻ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ വിടാം. അതിനൊരു സമയം വരെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കൂടെയുള്ള കുട്ടികൾക്ക് ആട്ടിൻ കുഞ്ഞിനോടൊപ്പം കളിക്കാൻ കുറേ സമയം കിട്ടും. വേറെ മുതിർന്നവർക്ക് പശുവിനെ കൈകൊണ്ട് പാല് കറക്കാം. അതിന് സമയമുണ്ട്. രാവിലെയും വൈകിട്ടുമാണ് സാധാരണഗതി കറക്കുന്നത്. അപ്പോൾ രാവിലെ ബെല്ലടിക്കുമ്പോൾ ഈ താമസിക്കുന്ന ഗസ്റ്റുകൾ ഒരുങ്ങി താഴെ ചെല്ലണം. അതൊക്കെ വീട്ടുകാർ നേരത്തെ അറിയിച്ചിട്ടുണ്ടാവും. പുലർച്ചെ 6 മണിക്കാണെങ്കിൽ 6 മണിക്ക് ചെല്ലുന്നു. അവർ പോയിരിക്കുന്നു, അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുന്നു, പശുവിനെ കറക്കുന്നു, ആദ്യം തൊഴുത്തിലെ ചാണകമൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഇതെല്ലാം ഇവർ ചെയ്യും. എന്നിട്ട് പശുവിനെ കറക്കും, ഈ പാൽ അളക്കും. പിറ്റേ ദിവസം വീണ്ടും, അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം വീണ്ടും കറക്കും, പാലളക്കും. അപ്പോൾ ഉണ്ടായ ഡിഫറൻസ്. ഇങ്ങനെ ഗ്രാമത്തിലെ പശു വളർത്തലിൻ്റെ ജീവിതത്തെ ഇവരങ്ങോട്ട് ആസ്വദിക്കുകയാണ്. നഗരത്തിലെ ഒരു IT പ്രൊഫഷണലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് കമ്പനിയിലൊരു എഞ്ചിനീയറായിരിക്കാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം. പല വ്യത്യസ്ത മേഖലകളിൽ നഗരത്തിൽ മ്യൂണിക്ക് പോലുള്ള, ബെർലിൻ പോലുള്ള, അല്ലെങ്കിൽ ലണ്ടൻ പോലുള്ള നഗരങ്ങളിലുള്ളവർ അവരുടെ ഒരു അവധിക്കാലത്തേക്ക് തിരിച്ചു വരികയാണ്. ഒന്ന് നോക്കൂ, നമ്മുടെ ടൂറിസം സങ്കല്പം എന്ന് പറഞ്ഞാൽ ബീച്ചിൽ മണലിൻ്റെ പുറത്ത് മലന്ന് കിടന്ന് വെയിൽ കൊള്ളുന്നത് മാത്രമാണ് ടൂറിസമൊന്നും. അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ അയ്യോ പാവേ എന്ന് പറഞ്ഞിട്ട് ഈ റൈഡുകളിൽ കയറി ഇറങ്ങി കരഞ്ഞ് നിലവിളിച്ചിറങ്ങി വരുന്നതാണ് ടൂറിസം. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇതൊന്നുമല്ല. കാർഷിക വൃത്തിയാണ് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ടൂറിസം ആക്ടിവിറ്റി. കാരണം പുതിയൊരു തലമുറയ്ക്ക്, അല്ലെങ്കിൽ മറ്റൊരു ഭൂഭാഗത്ത് ജീവിക്കുന്നവർക്ക്, അതുമല്ലെങ്കിൽ നഗരജീവിതത്തിൽ കുടുങ്ങിപ്പോയവർക്ക് ആ ഗൃഹാതുരത്വം വളർത്തുന്ന കാർഷിക ജീവിതം അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ്. അതിന് ഇവർക്ക് സ്വന്തമായിട്ടൊരു ഫാം ഉണ്ടാക്കാൻ പറ്റില്ല, പശുക്കളെ വളർത്താൻ കഴിയില്ല, നഗരത്തിലാണ് ജീവിതം. അപ്പം വർഷത്തിൽ 1-2 തവണ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ ഇത്തരം ഫാമുകളിലേക്ക് വരും കുടുംബമായിട്ട്. പശുവിനെ തീറ്റി പോറ്റി കുളിപ്പിച്ച് അതിൻ്റെ തൊഴുത്ത് ക്ലീൻ ചെയ്ത് കറന്ന് ഓരോ ആക്ടിവിറ്റിയിലും ഇവർ ഇടപെടുകയാണ്. വേറെ ചിലത്ത് ചില ഇച്ചിരിയുടെ റിസ്ക്കി ആയിട്ടുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റികളുണ്ട് ഈ ബവേറിയൻ മലമ്പ്രദേശങ്ങളിൽ. അതായത് അതിനോട് ചേർന്ന് വനപ്രദേശങ്ങളുണ്ട്. ഈ ആൽപ്സിൻ്റെ ചെരുവുകളിൽ പലയിടത്തും വനപ്രദേശങ്ങളുണ്ട്. അപ്പോൾ ചില ഫാമുകളിൽ നിന്ന് ഈ പശുക്കളെ തുറന്നു വിട്ടാൽ ഇവർ ഈ വനത്തിനകത്തേക്ക് കയറിപ്പോകും. കുറേ ഭാഗം വനം, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുൽമേട് തുടങ്ങും. അപ്പോൾ ഈ ടൂറിസ്റ്റുകളുടെ ഒരു ആക്ടിവിറ്റി എന്നറിയാമോ, വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ വനത്തിനകത്തേക്ക് പോയ പശുവിനെ കണ്ടെത്തി തിരിച്ചു പിടിച്ചുകൊണ്ട് വരണം. ഇവരുടെ ജോലിയാണ്. വേറൊരു കൂട്ടരുടെ ജോലി വൈക്കോൽ ഉണങ്ങലാണ്. വൈക്കോൽ അല്ലെങ്കിൽ വെയിലത്ത് ഉണക്കിയിടണം, ഈ പണിയാണ്. എന്നിട്ടത് ചുരുട്ടി ഈ വൈക്കോൽ സൂക്ഷിക്കുന്ന ഒരു കെട്ടിടത്തിനകത്ത് കൊണ്ടിടണം. വലിയ സമ്പന്നരായ ആളുകൾ, വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ കന്നുകാലിത്തൊഴുത്തിൽ വന്ന് പണിയെടുത്ത് എക്സൈറ്റഡ് ആകുകയാണ്.
ഇതാണ് ടൂറിസത്തിൻ്റെ സങ്കല്പങ്ങൾ ലോകത്ത് മാറിയത്. ഇത് തിരിച്ചറിയാതെ നമ്മൾ ടൂറിസത്തെ ഇവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിജയത്തിലേക്ക് എത്തില്ല. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ 5 സ്റ്റാർ റിസോർട്ടുകളും മറ്റ് എൻ്റർടൈൻമെൻറ്റും ഒക്കെ വേണം. ഒപ്പം കേരളത്തിന് ഏറ്റവും സാധ്യതയുള്ളൊരു മേഖല ഈ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ച് ഈ പാശ്ചാത്യരായ ആളുകൾ, അല്ലെ സമ്പന്നരായ ആളുകൾ, അന്യരാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ, അല്ലെ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവരെ കുട്ടനാടിൻ്റെ കാർഷിക ജീവിതത്തിലേക്ക്, കൃഷിക്കളങ്ങളിലേക്ക്, കൊയ്ത്തുത്സവങ്ങളിലേക്ക് ഒക്കെ കൊണ്ടുപോയാൽ വലിയ സാധ്യതകളാണെന്നാണ് പറയുന്നത്. ഈ ചില ഫാമുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫാം ഹൗസുകളിലേക്ക് റെഗുലറായിട്ട് എല്ലാ വർഷവും വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ വരുന്നത് എങ്ങനെയാണെന്നറിയോ? അവർ വരുന്ന ഒരു സമയം തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവർ കമ്മ്യൂണിക്കേഷനുണ്ട്. അതായത് അവിടെ ഇവരൊരു പശുവിനെ ദത്തെടുക്കും. അല്ല, ആ ഒരു ഫാമിലെ 2, 3, 4 പശുക്കളെ ഈ സമ്പന്നരായ ടൂറിസ്റ്റുകൾ ദത്തെടുത്തിട്ട് ഇവർക്ക് വേണ്ട ചിലവിന്, ഇവർക്ക് വേണ്ട ഭക്ഷണത്തിന്, പല കാര്യത്തിനുള്ള കാര്യങ്ങൾ ഇവർ സംഭാവന നൽകും, പൈസ നൽകും. ആ സംഭാവന കൊടുക്കുന്നവർക്ക് ഇവിടെ വന്ന് വർഷത്തിൽ ഇത്ര ദിവസം താമസിക്കാം സൗജന്യമായിട്ട്, ഭക്ഷണവും കിട്ടും. അപ്പോൾ വലിയൊരു തുകയായിരിക്കും സ്പോൺസർഷിപ്പ്. അതായത് ഫാമുകളിൽ കൃഷി ലാഭകരമായിട്ട് നടക്കാൻ പാല് വിറ്റ് മാത്രം പോയില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇത്തരം സ്പോൺസേഴ്സിനെ കിട്ടുന്നു. ഈ സ്പോൺസേഴ്സിന് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് എന്തറിയോ? ഇവിടെ വന്ന് താമസിക്കാൻ പശുവിനോടൊപ്പം കുറേ ദിവസങ്ങൾ. മാത്രമല്ല, എപ്പോഴാണ് ഇവർ അവധിക്ക് വരുന്നതെന്നറിയോ? ഇവരറിയിക്കും. നമ്മുടെ പശുവില്ലേ, നിങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന പശു, അവളുടെ കറുമ്പി മിക്കവാറും അടുത്ത ആഴ്ച പ്രസവിക്കും, നിങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടോ, വരാൻ പറ്റുമോ? അപ്പോഴത്തേക്ക് ഇവർ കുടുംബോടച്ചങ്ങ് ലീവ് എടുക്കുകയാണ്. എന്നിട്ട് ഇത് പ്രസവം ആഘോഷിക്കാൻ ഇങ്ങനെ വരികയാണ്. വന്നിട്ട് ഇവർ 2 ദിവസം മുമ്പേ താമസം തുടങ്ങുന്നു. അന്ന് രാത്രിയാണ് പ്രസവമെങ്കിലോ ആരും ഉറങ്ങാതെ കണ്ണും തുറന്ന് ഈ തൊഴുത്തിന് പുറത്ത് കാവലിരിക്കുന്നു. പശു പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് ആഘോഷമാകുന്നു, ഡാൻസ് കളിക്കുന്നു, ഷാമ്പയിൻ പൊട്ടിക്കുന്നു. പിന്നെ 2 ദിവസം ഉത്സവമാണ് അവിടെ. അതായത് മനുഷ്യൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മളും ആസ്വദിച്ചിട്ടുള്ളതല്ലേ ബാല്യകാലത്ത്? ഇതൊക്കെ ഈ അടുത്ത കാലത്ത് ആരെങ്കിലും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്നാൽ നമ്മളുടെ ഉള്ളിൽ പോലും ഇങ്ങനെ ചിന്തകൾ കിടക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കാറില്ലേ? വെറുതെ വെള്ളച്ചാട്ടത്തിൻ്റെ വക്കിൽ പോയിരുന്ന് ബീർ കുടിക്കലല്ലാതെ ഇങ്ങനെയും നമുക്ക് ടൂറിസം ആഘോഷ സമയങ്ങളെ ആസ്വദിച്ചുകൂടെ? ഇതൊക്കെയാണ് ഇന്നൊവേറ്റീവായ ടൂറിസം ആക്ടിവിറ്റികൾ. ഞാൻ പറഞ്ഞത്, ഭാവനയുണ്ടെങ്കിൽ കേരളത്തിലെ ഓരോ ചെറിയ കാർഷിക പ്രവൃത്തിയും, ഓരോ ഗ്രാമത്തിലെയും മനുഷ്യൻ്റെ ചെറുകിട തൊഴിലുകൾ, ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ ആസ്വാദ്യമായ പരിപാടിയാക്കാം. ഒരു ആട് പ്രസവിക്കുമ്പോൾ, അല്ലെ പശു പ്രസവിക്കുമ്പോൾ ആ ഡേറ്റ് നോക്കിയിരുന്ന് അന്യരാജ്യത്ത് നിന്ന് ടൂറിസ്റ്റുകൾ ഈ ഫാമിലേക്ക് ഓരോ വർഷവും വരുന്നു. അതിനെ കുളിപ്പിക്കുന്നു. ഈ കുട്ടികൾക്ക് വലിയ എക്സൈറ്റ്മെൻറ്റാണ്. പശുക്കാവ് ആദ്യമായിട്ട് നിൽക്കുന്നത്, പിന്നെ നടന്നു തുടങ്ങുന്നത്, പിന്നെ ഇടയ്ക്ക് തെന്നി വീഴുന്നത്, പിന്നെ കൂത്താടി ചാടുന്നത്, ആ കൂടെ കുട്ടികൾ ചാടുന്നു, കളിക്കുന്നു. അവർ തിരിച്ച് അവരുടെ പട്ടണത്തിലെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവരൊരാഴ്ച പറയാനുള്ള കഥ ഈ പശുക്കിടാവിൻ്റെ കഥകളാണ്. ഈ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങളാണിത്. ഇത്തരത്തിലുള്ള ഗംഭീരമായ വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് നമ്മൾ ഈ മലമ്പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്നത്. വേറൊരു ഫാമിലിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അവിടെ അടുത്ത് തന്നെയുള്ള വാഗ്നർ എന്ന് പറയുന്നൊരു ഫാമിലിയുണ്ട്. ഈ വാഗ്നർ ഫാമിലി പശു തൊഴുത്തും ഒക്കെ ഉണ്ടെങ്കിലും അവർ വേറൊരു പരിപാടികളുണ്ട്. അവർ പരമ്പരാഗതമായിട്ട് സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബമാണ്. നമ്മുടെ ഗിത്താറൊക്കെ പോലത്തെ ഒരു സംഗീതോപകരണമാണ്. ഈ ടൂറിസ്റ്റുകൾക്ക് ഈ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ പകൽ പശുവിനെ മേയ്ക്കാം, കറക്കാം, അതിനെ പരിചരിക്കാം, അതിൻ്റെ കൂടെ വനത്തിൽ പോകാം, അതിനെ കൂട്ടിക്കൊണ്ടുവന്ന് കെട്ടാം, കുളിപ്പിക്കാം, ഇങ്ങനെ പല പരിപാടികൾ ചെയ്യാം. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവരുടെ കുടുംബാംഗങ്ങൾ ഈ സംഗീതോപകരണം ഉണ്ടാക്കുന്നിടത്ത് ഇവരെയും കൂടി ഇരുത്തും. ഇവർക്കൂടി അത് കാണാം, ഇതുണ്ടാക്കാം. കൂടാതെ ഡിന്നറിനൊപ്പം ഇവർ ആ സംഗീതോപകരണം മീട്ടും, പാട്ടുകൾ പാടും. അപ്പം ഞാൻ ആലോചിക്കുകയത്, നമ്മുടെ നാട്ടുംപുറങ്ങളിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കലാരൂപങ്ങളിലെ, ചെറിയ ചെറിയ കലാഗ്രൂപ്പുകളിലെ, ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല സീസണായി കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഗ്രാമത്തിൽ ശാസ്താംപാട്ടുമായിട്ട് ഓരോ വീടുകളിൽ നിന്നും സംഗീതം ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്നതൊക്കെ നിന്നുപോയി. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റിനെ ഒരു മണ്ഡലകാലത്ത് ആ ഗ്രാമത്തിലെ അയ്യപ്പ ഭക്തന്മാർ നടത്തുന്ന ഒരു ശാസ്താംപാട്ട് പോലും ഒരു എക്സൈറ്റിംഗ് അനുഭവമായിരിക്കും. അത് കാണാൻ ഉടുക്കൊക്കെ കൊട്ടി പാടുന്ന അത്തരം ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഓരോ വീടുകളിൽ സമ്മേളിക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ പോലും, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മലമുകളിലെ ഒരു ക്ഷേത്രം, ശബരിമല പോലൊരു ക്ഷേത്രം, അവിടുത്തെ വിശ്വാസം, അതിൻ്റെ സാമുദായിക ഐക്യത്തിൻ്റെ വലിയൊരു കഥ, അതുകൂടാതെ ഇന്നും അതിനുവേണ്ടി ചിട്ടയോടെ അനുഷ്ഠാനങ്ങളോടെ മല കയറിപ്പോകുന്ന ഭക്തർ, അവരുടെ വീട്ടിലെ ഒരുക്കങ്ങൾ, മാലയിട്ട് വ്രതമനുഷ്ഠിക്കുന്ന ജീവിത രീതി, ഇതൊക്കെ ഒരു സായിപ്പിന് അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിന്, എന്തിനേറെ പൗരസ്ത്യ ലോകത്തിന് പോലും അത്ഭുതമായിരിക്കും. ഇതെല്ലാം ടൂറിസം പ്രോഡക്റ്റ്സാണ്. ഇതെല്ലാം അവർക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചിട്ട തെറ്റുന്നില്ല, നമ്മുടെ ഭക്തി മാറിപ്പോകുന്നില്ല. അവർ വരുന്നു, ഇത് കാണുന്നു, അവരിതിൻ്റെ ഭാഗമാകുന്നു, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ആ കുടുംബത്തിന് കുറച്ച് പൈസ കിട്ടുന്നു. ഇതൊക്കെ ചേർന്ന ടൂറിസം ആക്ടിവിറ്റികൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ബവേറിയൻ ഗ്രാമങ്ങളിൽ നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള നിരവധി ആക്ടിവിറ്റീസ്. ചില ഇത്തരം ഫാമുകളോടനുബന്ധിയായിട്ട് പന്നി ഫാമുകളുണ്ട്. ഈ പന്നിക്ക് തീറ്റ കൊടുക്കൽ ഒന്നാലോചിച്ച് നോക്കിയാൽ, പന്നിക്ക് തീറ്റ കൊടുക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ഈ ബവേറിയൻ കർഷക ഗ്രാമങ്ങളിലേക്ക് വന്ന്, ഇവൻ വെക്കേഷന് പോയത് എവിടെയായിരുന്നു കൂട്ടുകാർ ചോദിച്ചാൽ അവൻ തിരിച്ചിട്ട് പറയുന്നത് പന്നിയെ തീറ്റയാൻ പോയതാണ് എന്ന് പറയേണ്ടി വരും.
പന്നി ഫാമുകളുണ്ട്. ഇതുകൂടാതെ ഈ ഇവർ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ മലമ്പ്രദേശങ്ങളിലൂടെ ഈ കുന്നിൻ ചെരുവുകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന ട്രാക്ടറുകളിലാണ്. നമ്മൾ ഈ മൂന്നാറിലൊക്കെ ചെന്ന തേയിലത്തോട്ടങ്ങളിൽ ട്രാക്ടറുകളിൽ കൊളുന്ന് നുള്ളിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഭേദപ്പെട്ട ട്രാക്ടറുകളായിരിക്കും, പുറകെ ട്രെയിലറൊന്നും ഉണ്ടാവില്ല. ഈ ട്രാക്ടറുകളിൽ ഈ ഫാമുകളിലൂടെ ഈ പുൽമേടുകളിലൂടെ ഇവർക്ക് യാത്ര ചെയ്യാം. അതൊരു ആക്ടിവിറ്റിയാണ്. കൂടാതെ കുതിരപ്പുറത്ത്, കുട്ടികൾക്കാണെങ്കിൽ പോണിയുടെ പുറത്ത് യാത്ര ചെയ്യാം. ഈ ഗ്രാമങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കാം. മറ്റൊരു പരിപാടി എന്താണെന്നറിയോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രാത്രി സമ്മറിലാണെങ്കിൽ വൈക്കോൽ കൂന, പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന വൈക്കോൽ കൂനയുടെ പുറത്ത് നിന്ന് രാത്രി കിടന്നുറങ്ങാം. ആകാശം കണ്ട് സുഖമായിട്ട് അതിൻ്റെ പുറത്തൊരു ഷീറ്റ് വിരിച്ച് തരും, നിങ്ങൾക്ക് അതേ കിടന്നുറങ്ങാം. ടൂറിസം ആക്ടിവിറ്റിയാണ്. $100 ഒരു രാത്രി കൊടുക്കേണ്ട ആക്ടിവിറ്റിയാണ്. മുറ്റത്തെ അല്ലെങ്കിൽ പുൽമേട്ടിലെ ഈ പുൽ ചെരുവുകളിലെ അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന വൈക്കോൽ കൂനയുടെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ച് നിങ്ങൾക്ക് ആകാശം കണ്ട് കിടന്നുറങ്ങാം. എങ്ങനെയുണ്ട് ടൂറിസം ആക്ടിവിറ്റികൾ? അതുപോലെ തന്നെ വേറൊരു കൂട്ടരുണ്ട്. അവർ ഇപ്പോൾ IT പ്രൊഫഷണൽസൊക്കെ പോലുള്ള ആളുകളാണ്. അവരുടെ ഹെക്റ്റിക്കായ ജോലി, അവരുടെ ഒരു പ്രോജക്റ്റ് വർക്ക്, അതിൻ്റെ ഭയങ്കര സംഘർഷഭരിതമായ സമ്മർദ്ദമുള്ള ഒരു ജോലി ഒരു 6-7 മാസം കൊണ്ട് തീർത്തതിന് ശേഷം ഒരു 2-3 മാസം ജോലിയിൽ നിന്ന് മുങ്ങുന്ന ആളുകൾ ധാരാളമുണ്ട് ഈ പാശ്ചാത്യ ലോകത്ത്. അവർക്ക് ജീവിതം ആസ്വദിക്കണം. അപ്പോൾ അത്തരമുള്ള ആളുകൾക്ക് പലർക്കും ഇത്തരം ഗ്രാമീണ ജീവിതം, കാർഷിക ജീവിതമൊക്കെ ഭയങ്കര വലിയ ഹരമാണ്. അതിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം ഫാമുകളിലേക്ക് 2 മാസത്തേക്ക് ജോലിക്ക് വരും. ഇവർക്ക് അവിടെ പോയി പൈസ കൊടുക്കണ്ട, ജോലി ചെയ്യാം. 2 മാസം ജോലി ചെയ്യാം. അതായത് അവർ ചിട്ടയ്ക്ക് ഒരു പണിക്കാരൻ ജോലി ചെയ്യുന്ന പോലെ എല്ലാ ജോലിയും ചെയ്യണം. അത് കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാകും ഓരോ ഫാമിലും. ഈ പശുവിനെ ഓരോന്നിനെ ഏത് സമയത്ത് കറക്കണം, വൈകിട്ടത്തെ കറക്കുന്നതിൽ എപ്പോഴാണ്, ക്ലീനിങ് എപ്പോഴാണ്, പശുവിന് തീറ്റ കൊടുക്കേണ്ടത് എപ്പോഴാണ്, അതിനെ തീറ്റയ്ക്ക് പുറത്തേക്ക് വിടേണ്ടത് എപ്പോഴാണ്, തിരിച്ചു കൊണ്ടുവന്ന് കൂട്ടിക്കയറ്റേണ്ടത് എപ്പോഴാണ്, ഇതെല്ലാം ഷെഡ്യൂൾ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരവിടെ ചെന്ന് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് ആ ഫാം ഉടമ ഇതെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നെ 2 മാസം ഇവരവിടെ ജോലിയാണ്. ഇങ്ങോട്ട് ഒന്നും കിട്ടുകയില്ല കൂലി, അങ്ങോട്ടൊന്നും കൊടുക്കുകയും വേണ്ട. ഭക്ഷണം ഫ്രീ, താമസം ഫ്രീ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടനാടൻ കൃഷിഭൂമികളിൽ, നെൽപ്പാടങ്ങളിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു 500 സായിപ്പന്മാരെ കൊണ്ടൊന്ന് പണിയെടുപ്പിച്ച് അവിടെ താമസ സൗകര്യവും ഭക്ഷണവും കൊടുത്തിട്ട് കൊയ്ത്ത് സീസൺ കഴിഞ്ഞ് തിരിച്ചു വിട്ടതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ പാലക്കാടൻ നെൽവയലുകളിൽ, അതല്ലെങ്കിൽ നമ്മുടെ റബ്ബർ തോട്ടങ്ങളിൽ നമുക്കിതൊക്കെ ചിന്തിക്കാവുന്നതല്ലേ? ബവേറിയൻ മലമ്പ്രദേശങ്ങളിലെ ഇത്തരം ഫാമുകളിൽ അങ്ങനെ വന്ന് 2-3 മാസം കൃഷി ചെയ്ത്, അല്ലെങ്കിൽ 1-2 മാസം, ചിലപ്പോൾ 1 മാസം ഈ പണികളിൽ ഏർപ്പെട്ട് അതാസ്വദിച്ച് അവിടുന്ന് ഭക്ഷണവും കഴിച്ച് അവിടുന്ന് പാലുൽപ്പന്നങ്ങളും കഴിച്ച് ഈ പശുക്കളെ പരിപാലിച്ച് അവധി കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പോകുന്നു. അവർ 5 പൈസ മുടക്കുന്നില്ല, എന്നാൽ ആ പ്രതിഫലമൊന്നും കിട്ടുന്നുമില്ല. പക്ഷേ ഒരു പൈസ പോലും മുടക്കാതെ എക്സൈറ്റിംഗ് ആയ ഒരു മാസം അവർക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വലിയ നേട്ടം. ഇത്തരത്തിലൊക്കെയാണ് ആസ്വാദനം ടൂറിസ്റ്റുകളുടെ മനസ്സിലുള്ളത്. വ്യത്യസ്തമായ ഇത്തരം ജീവിതം ഗന്ധിയായ ആസ്വാദനം. കാരണം ഒരു 100 വർഷം മുമ്പോ 50 വർഷം മുമ്പോ പല ആളുകൾക്കും ഈ കാർഷിക വൃത്തി പരിചിതമായിരുന്നു. അവിടെ പണിയെടുത്ത് മടുത്തവരാണ് പിന്നെ അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറയാണ് ടെക്നീഷ്യന്മാരായി മാറിയതും എഞ്ചിനീയർമാരായി മാറിയതും ഡോക്ടർമാരായി മാറിയതും പ്രൊഫഷണലുകളായി മാറിയതും ഒക്കെ. പലരും കാർഷിക കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിരിക്കാം. എന്നാൽ അവർക്ക് ഈ കാർഷിക ജീവിതം ഇന്നൊരു നൊസ്റ്റാൾജിയാണ്. ഈ നൊസ്റ്റാൾജിയ, ഈ ഗൃഹാതുരത്വത്തെ വിറ്റ് കാശാക്കുകയാണ് ഇത്തരം ഫാമുകൾ ചെയ്യുന്നത്. ഫാമുകൾ പല വിധത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളവിടെ. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഈ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ വീണ്ടും ബാച്ചസ് ഗാർഡനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. വീണ്ടും മല കയറി യാത്ര ചെയ്ത് കുറേ ദൂരം ഓടി നമ്മൾ ഒരു വലിയൊരു പട്ടണത്തിൻ്റെ സമീപത്തേക്ക് എത്തുന്നു. പോകുന്ന വഴിക്ക് പല പട്ടണങ്ങളുണ്ട്. അതിനിടയ്ക്ക് കേബിൾ കാർ സ്റ്റേഷനുകൾ കാണാം, നിരവധി ടൂറിസം കേന്ദ്രങ്ങൾ കാണാം. ചെറിയ ചെറിയ പട്ടണങ്ങളിൽ പലയിടത്തും ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. അതിൻ്റെ എല്ലാം വിശദമായിട്ട് കഥ പറയുന്നില്ല. പക്ഷേ ബാച്ചസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു പ്രധാന പട്ടണമാണ് ഈ മലമുകളിലെ ഈഗിൾസ് നെസ്റ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു ബേസ് സ്റ്റേഷൻ. അവിടെ ചെന്നിറങ്ങുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു മലയുടെ വക്കിലേക്ക് നമ്മൾ പോയി നിൽക്കുന്നത്. ഇതിൻ്റെ താഴ്വാരത്താണ് ഈ ബാച്ചസ് ഗാർഡൻ എന്ന് പറയുന്ന ഗ്രാമമല്ല, ഒരു പട്ടണം തന്നെയാണ്. 10,000-8,000 ആളുകളാണ് ഇപ്പോൾ അവിടെ വസിക്കുന്നത്. അത് നൂറ്റാണ്ടുകളായി ബവേറിയൻ രാജാക്കന്മാരുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു. അവിടെ അവർക്കൊരു കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നു. 1920-കൾ മുതൽ നാസികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ബാച്ചസ് ഗാർഡൻ. നൂറ്റാണ്ടുകളായി അവിടെ ചില വ്യവസായങ്ങളും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് വ്യവസായം. അതായത് ഈ ബാച്ചസ് ഗാർഡൻ ഉൾപ്പെടുന്ന ആൽപ്സിൻ്റെ ഈ പ്രദേശത്ത് ഉപ്പ് പാറകളുണ്ട്, ഉപ്പ് ഖനികൾ. അപ്പം മല തുരന്ന് ഉള്ളിലേക്ക്, നമ്മൾ ഈ മറ്റ് ഖനികൾ പോലെ തന്നെ താഴേക്കല്ല, മല തുരന്ന് ഇങ്ങനെ വലിയ ഗുഹകളുണ്ടാക്കി ഉള്ളിലേക്ക് പോയി ഉപ്പുപാറകൾ വെട്ടിയെടുത്ത് യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്ക് ഉപ്പ് കയറ്റുമതി ചെയ്തിരുന്നു ഇവിടുന്നാണ്. അതിലൂടെ വലിയ സമ്പത്തുണ്ടാക്കിയിരുന്നു. കാരണം യൂറോപ്പിലെ ചില രാജ്യങ്ങൾക്കല്ലേ കടൽ തീരമുള്ളൂ.
തന്നെയുമല്ല നമ്മുടേതുപോലെ ഉപ്പ് കുറുക്കിയെടുക്കാൻ പറ്റുന്ന ആ വെയിൽ എപ്പോഴും ഇല്ല അവിടെ. അപ്പോൾ ഉപ്പ് പാറകളെയാണ് ഉപ്പിന് അവർ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഉപ്പിന് നല്ല വിലയുണ്ട്. അവർ റെയിൽവേ ട്രാക്കുണ്ട് അവിടേക്ക്, ഈ ട്രെയിനിൽ കയറ്റി ഉപ്പുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കയറ്റി വെച്ചിരുന്നു. അങ്ങനെയാണ് ഈ ബാച്ചസ് ഗാർഡൻ ഒരു സമ്പന്ന പ്രദേശമായിട്ട് മാറിയത്. ആ സമ്പന്ന പ്രദേശം മനോഹരമായി ഒരുക്കിയെടുത്ത് രാജാവിൻ്റെ ഒരു സുഖവാസ കേന്ദ്രം കൂടിയായി മാറി. പിന്നീട് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ പാർട്ടിയുടെ ഒരു പ്രധാന കേന്ദ്രമായി ഇത് മാറി. ഹിറ്റ്ലർ ഇടയ്ക്കിടയ്ക്കെല്ലാം ഈ ബച്ചസ് ഗാർഡൻ വരെ റെയിൽവേ ലൈനുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നിറങ്ങും. അപ്പോൾ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസും പട്ടാളക്കാരും എല്ലാം അവിടെ ആ സമയമെല്ലാം അവിടെ എല്ലാം ഫ്രീസ് ചെയ്യും, എന്നിട്ട് സുരക്ഷിതമായ വഴിയൊരുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒരു അദ്ദേഹത്തിൻ്റെ കാറിൽ ഈഗിൾസ് നെസ്റ്റ് വരെ കയറിപ്പോകും. അങ്ങനെയായിരുന്നു അക്കാലത്തൊക്കെ അദ്ദേഹം വന്നിരുന്നത്. അപ്പം ഹിറ്റ്ലർ വരുന്ന സമയത്തെല്ലാം അവിടെ എല്ലാം ഒരുക്കി നിർത്തും ഇതിനു വേണ്ടി. അപ്പോൾ ഒരു രാജനഗരമാണ് എക്കാലത്തും ഏത് ഭരണാധികാരിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ബാച്ചസ് ഗാർഡൻ. ഈ ബാച്ചസ് ഗാർഡൻ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. പല ഉപ്പുപാറകളും ഉപ്പ് ഖനികളും ഇപ്പോഴും ഉണ്ട്. ഈ ഉപ്പ് ഖനികളിലേക്ക് നമുക്ക് ടൂറുകൾ നടത്താം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉപ്പ് ഖനിക്കുള്ളിലൂടെ ട്രാമുകളിൽ പഴയ പാളങ്ങൾ കിടപ്പുണ്ട്. ആ പാളങ്ങളുടെ പുതിയ കാലത്ത് ഇട്ട ട്രാമുകളിൽ നമുക്ക് ഹെൽമെറ്റൊക്കെ വെച്ച് ഈ ഉപ്പ് ഖനിക്കകത്ത് ഉള്ളിലൂടെ അങ്ങ് പോയി ഉപ്പ് ഖനിക്കകത്ത് ഓരോ പ്രോസസ്സ് നടന്നിരുന്ന സ്ഥലങ്ങളെല്ലാം കണ്ട് അങ്ങ് അഗാധതയിലേക്ക് പോകണം. താഴേക്കല്ല, ഉള്ളിലേക്ക് കയറി പോകണം, മലയുടെ ഉള്ളിലേക്ക് കയറിപ്പോകും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരും. അങ്ങനെയുള്ള ടൂറുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ബാച്ചസ് ഗാർഡനിലെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് അതിമനോഹരമാണ് കേട്ടോ. മനോഹരമായ പുൽമേടുകൾ, നല്ല വീടുകൾ, മരവീടുകൾ, ഒരു ട്രഡീഷണൽ ശൈലി തന്നെ നിർത്തിയിരിക്കുന്നു. എന്നാൽ താഴ്വാരത്ത് അങ്ങ് താഴെ നമ്മൾ ഈ മലകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന പട്ടണത്തിൽ പുതിയ കാലത്തെ അപ്പാർട്ട്മെൻറ്റുകളും നിർമ്മിതികളും ഹോസ്പിറ്റലുകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. മലയിറങ്ങി ഞങ്ങൾ ടൗണിൽ ചെന്നു. എന്നിട്ട് അതിൻ്റെ മറുവശത്തെ കുന്ന് കയറി കുറച്ച് മുകളിൽ ചെല്ലുമ്പോൾ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഈ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് നടന്നു കഴിയുമ്പോൾ അടുത്ത ബസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ബസ് സ്റ്റേഷനിലേക്ക് വളരെ അടുത്താണ്, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഒരു 100-200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് എത്തും. ഈ ബസ് സ്റ്റേഷൻ തന്നെ ഒരുക്കിയിരിക്കുന്നുണ്ടല്ലോ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ പോലെയാണ്. റെസ്റ്റോറൻറ്റുകൾ, കഫറ്റീരിയകൾ, ഫുഡ് കോർട്ടുകൾ, സുവനീർ ഷോപ്പുകൾ, ഇതെല്ലാമായിട്ട് മനോഹരമായൊരു കെട്ടിടം. അതിൻ്റെ താഴത്തെ നിലയിൽ നിന്ന് ബസ്സുകൾ പുറപ്പെടും ഈഗിൾസ് നെസ്റ്റിൻ്റെ മുകളിലേക്ക്. ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇടവിട്ട് ഓരോ ബസ്സുകളാണ് പുറപ്പെടുക. അപ്പോൾ നമ്മൾ ചെന്നാൽ ഉടനെ ഒരു ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റിൽ നമ്മുടെ ബസ് എപ്പോൾ പുറപ്പെടുന്നു ആ ബസ്സിൻ്റെ നമ്പറും കാണും. അപ്പോൾ നമ്മൾ പോയി കാത്തു നിൽക്കുക. അപ്പോൾ നമ്മൾ ചെന്ന് ടിക്കറ്റ് എടുത്താൽ അടുത്ത അരമണിക്കൂറിനുള്ള ടിക്കറ്റ് സാധാരണഗതി കിട്ടും. ആ അരമണിക്കൂർ കൊണ്ട് ഞാൻ ആ പ്രദേശത്തിൻ്റെ കാഴ്ചകളെല്ലാം പകർത്തിയെടുത്തു. ഞങ്ങൾ ഈ ബസ്സിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ പോയിരുന്നു. എനിക്ക് കാഴ്ചകൾ ചിത്രീകരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് മറ്റു വാഹനങ്ങൾ അനുവദിക്കില്ല. ഒരൊറ്റ ബസ്സിന് കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ. അതായത് ഇനി കുത്തനെയുള്ളൊരു പാറയുടെ മുകളിലേക്കാണ് കയറുന്നത്, പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അവിടെ ഹിറ്റ്ലർ അക്കാലത്ത് 1936-37 കാലത്തൊക്കെ നാസികളുടെ തടവുകാരെ കൊണ്ട് പണിയെടുപ്പിച്ചുണ്ടാക്കിയ ഒരു മലമ്പാതയാണിത്. പാറ വെട്ടിയരിഞ്ഞ് അന്ന് ഒരു കാറിന് പോകാനുള്ള വീതിക്ക് പണിതാണ്. പിന്നീട് ഇച്ചിരൂടെയൊക്കെ വീതിയൊക്കെ കൂട്ടി ഇപ്പോൾ ഒരു ബസ്സിന് പോകാവുന്ന വീതിയിലേക്കാക്കി. ഒരു ബസ് താഴെ നിന്ന് പുറപ്പെടുമ്പോൾ മുകളിൽ ഈഗിൾസ് നെസ്റ്റിൽ നിന്ന് കാഴ്ച കണ്ടവരെയായിട്ട് തിരിച്ചൊരു ബസ് താഴേക്ക് ഇറങ്ങും. ഇത് രണ്ടും കൃത്യം മധ്യത്തിൽ വെച്ചാണ് ഇത് ക്രോസ് ചെയ്യുക. അതിന് കൃത്യമായ ടൈമിംഗ് ഉണ്ട്. ആ ക്രോസ് ചെയ്യുന്നിടത്ത് മാത്രം പാറ കുറച്ച് കൂടുതൽ പൊട്ടിച്ചിട്ട് ഒരു ബസ് കൂടെ കയറ്റി നിർത്താവുന്ന പോലെ ആക്കിയിരിക്കുക. അതായത് വേറെ എവിടെയെങ്കിലും വെച്ച് ഈ ബസ് ക്രോസ് ചെയ്യാൻ കഴിയില്ലെന്നതിൻ്റെ അർത്ഥം. ഗംഭീരമായ കാഴ്ചകളാണ്. ഒരു വശത്ത് അഗാധമായ ഗർത്തം, ആ ഗർത്തത്തിൻ്റെ താഴെ ബാച്ചസ് ഗാർഡൻ ഉൾപ്പെടെയുള്ള ഈ ബവേറിയയുടെ മനോഹരമായ ഗ്രാമങ്ങളും പുൽമേടുകളും മൊട്ടക്കുന്നുകളും ഐസ് മൂടിയ പർവ്വതങ്ങളും ഒക്കെ കാണാവുന്ന കാഴ്ച. മറ്റേ വശത്ത് കുത്തനെ പാറ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കയറി നമ്മൾ കുറേ ഓടി ഏതാണ്ടൊരു 3/4 മണിക്കൂർ ഓടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുകളിലത്തെ ബസ് സ്റ്റേഷനിൽ പോയി നിൽക്കുന്നു. ആ ബസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴത്തേക്കും കാലാവസ്ഥയാകെ മാറി. നമുക്ക് പലപ്പോഴും പുറത്ത് കാണാൻ പറ്റാത്ത പോലെ മൂടൽമഞ്ഞ് കയറി വരും. വാഗമണ്ണിലും മൂന്നാറിലും ഒക്കെ ചില സീസണിൽ നമ്മൾ ചെല്ലുമ്പോൾ അനുഭവപ്പെടുന്ന പോലെ ഒക്കെ തന്നെ. പക്ഷേ ഒരു 3000 മീറ്റർ ഉയരത്തിലാണ്, 2800-ലധികം മീറ്റർ ഉയരത്തിലാണ്. വാഗമണ്ണൊക്കെ ഒരു 1000 മീറ്റർ ഉയരത്തിലാണ്. മൂന്നാർ ഒരു 1500 മീറ്റർ ഉയരത്തിലാണ്. ഇതൊരു 2800-3000 മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ പോയി നിൽക്കുന്ന ഈഗിൾസ് നെസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ പോയി ഇറങ്ങി. പക്ഷേ ഇവിടം കൊണ്ട് നമ്മുടെ യാത്ര അവസാനിക്കുകയല്ല. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ പർവ്വതത്തിനകത്തേക്ക് ഒരു ടണലുണ്ട്. നമ്മളിപ്പോഴും പർവ്വതത്തിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് ഒരു 100-300 അടി താഴെയാണ് വന്ന് നിൽക്കുന്നത്. അവിടെയാണ് ഒരു സമതലമുള്ളത്. അവിടെയാണ് ഈ ബസ്സുകളെല്ലാം കൊണ്ട് നിർത്തുന്നത്. അപ്പം നമ്മൾ ചെന്നിറങ്ങിയ ഉടനെ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചുള്ള യാത്ര എപ്പോഴാണെന്ന് തീരുമാനിച്ചിട്ട് ആ ബസ്സിൽ ടിക്കറ്റ് എടുക്കണം. അതായത് നമുക്കൊരു 1 മണിക്കൂറാണ് ഇവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞുള്ളത്, അല്ലെ 1.5 മണിക്കൂർ വേണമെങ്കിൽ 1.5 മണിക്കൂർ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ആ സമയത്ത് തിരിച്ചിവിടെ എത്തണം. ഇവിടെ എത്തിയാൽ ആ ബസ്സിൽ പോകാം. അങ്ങനെ ഓരോ ടൈം സ്ലോട്ട് അനുവദിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് പോകാനുള്ള ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഇനി ഈ 300 അടി മുകളിലേക്ക് കയറുന്നത് ഒരു ലിഫ്റ്റിൽ കൂടിയാണ്. ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഈ പാറയെ തുരന്നുള്ളിലേക്ക് ഒരു ടണൽ പണിതിരിക്കുക. ഈ ടണലിനകത്തൂടെ കയറി ചെന്നാൽ ഒരു 200 മീറ്റർ അകത്തേക്ക് ചെന്നാൽ പാറയുടെ ഏതാണ്ട് നടുഭാഗത്തെത്തും, പർവ്വതത്തിൻ്റെ ഒരു നടുഭാഗത്തെത്തും. അവിടെ നിന്ന് ഒരു ഷാഫ്റ്റ് മുകളിലേക്ക് ഒരു കിണർ പോലെ പണിതിരിക്കുക. ഈ ഷാഫ്റ്റിനകത്തെ ഒരു ലിഫ്റ്റാണ്. നമുക്ക് ആ ഷാഫ്റ്റൊന്നും കാണത്തില്ല.
അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കാൻ ഒരു വെയിറ്റിംഗ് ഏരിയയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ടിയോ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പണിതല്ല. ഹിറ്റ്ലർക്ക് വരുമ്പോൾ യാത്ര ചെയ്യാനും വിശ്രമിക്കാനും പണിത ഫെസിലിറ്റികളാണിത് മുഴുവൻ. ഈ തുരങ്കം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ തുരങ്കങ്ങൾ പലത് ഇറഗുലറായിട്ട് പാറ പൊട്ടിച്ച കാഴ്ചകളാണ്. ഇതല്ല, ഈ തുരങ്കത്തിനകത്ത് നല്ല മനോഹരമായി കല്ലടിച്ച് കലാപരമായിട്ട് കെട്ടിയിരിക്കുകയാണ്. നല്ല കല്ലുകൊണ്ട് കെട്ടി പണിത് വെച്ചിരിക്കുകയാണ്. അതായത് ഹിറ്റ്ലർ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ തലവന് വന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമാണ്. അത് ഏറ്റവും പ്രഗത്ഭരായ യൂറോപ്പിലെ ഏറ്റവും മിടുക്കന്മാരായ കൽപ്പണിക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഒറ്റ കൊല്ലം കൊണ്ട് 1.5 കൊല്ലം കൊണ്ട് പണി തീർത്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ഞങ്ങൾ ആ വെയിറ്റിംഗ് റൂമിൽ കുറേ നേരം കാത്തു നിന്നു. അപ്പോഴത്തേക്ക് അടുത്ത ലിഫ്റ്റ് വന്നു. ഷാഫ്റ്റിലൂടെ കയറി ഏറ്റവും മുകളിലെത്തുന്നു. മുകളിൽ ചെന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അതൊരു കൊട്ടാരത്തിനകത്താണ് നമ്മൾ ഇറങ്ങുന്നത്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഒരു ഹിറ്റ്ലറുടെ കാലത്ത് ഒരു ഗസ്റ്റ് ഹൗസാണ്. അതിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു മുറ്റത്തേക്ക് ഇറങ്ങുന്നു. ഇതെല്ലാം പാറയും പാറയുടെ പുറത്ത് മനോഹരമായി കല്ല് വിരിച്ച പ്രദേശങ്ങളുമാണ്. സുന്ദരമായി ഒരുക്കിയിട്ട സ്ഥലം. ഇവിടെയും ചില നേരത്തെല്ലാം കോടമഞ്ഞടിയിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് മൂടിപ്പോകും. കുറച്ച് കഴിയുമ്പം വെയിൽ തെളിയും, ഈ മഞ്ഞ് മാറും. അതിമനോഹരമായ കാഴ്ച. നമ്മൾ ലോകത്തിൻ്റെ നിറകെ നിൽക്കുന്ന പോലൊരു അനുഭവമാണ്. ചുറ്റും സുന്ദരമായ ഒരു ഭാഗത്ത് സ്വിറ്റ്സർലൻഡിൻ്റെ കാഴ്ചകൾ, ഒരു ഭാഗത്ത് ഓസ്ട്രിയയുടെ പ്രദേശങ്ങൾ, ഒരു ഭാഗത്ത് ജർമ്മനിയുടെ ആൽപ്സിൻ്റെ ഗ്രാമങ്ങൾ, ഇതെല്ലാം കാണാവുന്ന ഗംഭീരമായ കാഴ്ച. ഇടയ്ക്ക് ചില തടാകങ്ങൾ താഴെ കാണാം, ലേക്കുകൾ, അതിൻ്റെ ഓരങ്ങളിലെ ഗ്രാമങ്ങൾ, ചെറിയ പട്ടണങ്ങൾ, മനോഹരമായ കാഴ്ച. അത് കഴിഞ്ഞ് അവിടെ ഒരു വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ കാമുകിയായിരുന്ന ഇവാ ബ്രൗണും ഒക്കെ ഒരു 17-18 തവണ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഇവാ ബ്രൗൺ ഹിറ്റ്ലറുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ ഇവാ ബ്രൗണിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഹിറ്റ്ലർ ഒരു നേതാവായി വളർന്നു വരുന്ന സമയത്ത്, നാസി പാർട്ടിയുടെ ഒരു നേതാവായി വളർന്നു വരുന്ന സമയത്ത് ഹിറ്റ്ലറിൻ്റെ ഒരു ബന്ധുവിൻ്റെ മകള് ഗലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് വലിയ പ്രണയമായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒന്നിച്ച് ദീർഘകാലം വസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ഗലിക്ക് ഹിറ്റ്ലറുടെ സ്നേഹം വേണ്ടത്ര കിട്ടുന്നില്ല, പലപ്പോഴും ഹിറ്റ്ലർ അവഗണിക്കുന്നു എന്നൊക്കെയുള്ള തോന്നൽ കാരണം അതാണോ ഹിറ്റ്ലറുടെ തടവിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇവൾ ഒരു ആത്മഹത്യയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു നാസി പാർട്ടിക്ക് തന്നെയും. അതിനുശേഷമാണ് ഈ ഹിറ്റ്ലറുടെ ഫോട്ടോഗ്രാഫറായിരുന്ന ആളുടെ അസിസ്റ്റൻ്റായിട്ട് വന്ന ഇവാ ബ്രൗണ് ഹിറ്റ്ലറെ പ്രണയിച്ചു തുടങ്ങുന്നത്. ഇവളും ഭ്രാന്തമായ അഭിനിവേശത്തോടെ ഹിറ്റ്ലറെ പ്രണയിച്ചു. പിന്നീട് ദീർഘകാലം ഇവരൊന്നിച്ച് ജീവിച്ചു. ഒന്നിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാരായിട്ട് തന്നെയാണ് ജീവിച്ചത്. ഇവർ വിവാഹം കഴിച്ചിരുന്നില്ല. പക്ഷേ 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടടുക്കുന്ന സമയത്ത് ജർമ്മനി തകർന്നു കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ, വളയപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ചെമ്പട, റഷ്യൻ ചെമ്പട, സോവിയറ്റ് യൂണിയൻ്റെ ചെമ്പട ബെർലിനെ വളഞ്ഞു കഴിഞ്ഞു, ഇനി ഏതാനും മണിക്കൂറുകൾക്കകം ഈ തലസ്ഥാന നഗരം വീണ് കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ ഹിറ്റ്ലറും ഇവാ ബ്രൗണും കൂടെ ആത്മഹത്യ ചെയ്തത്. ഇവാ ബ്രൗണ് ഒരു സയനൈഡോ എന്തോ ഒരു വിഷവും കഴിച്ചു. ഹിറ്റ്ലർ സ്വയം തലയ്ക്ക് വെടിയുതിർത്ത് മരിക്കുകയും ചെയ്തു. ആ മരിക്കുന്നതിന് 1.5 ദിവസമോ 2 ദിവസമോ മുമ്പാണ് ഇവാ ബ്രൗണിനെ ഹിറ്റ്ലർ ഔദ്യോഗികമായിട്ട് വിവാഹം കഴിക്കുന്നത്. അവർ ഈ വിവാഹം കഴിച്ചതും ഈ വെടിവെച്ച് മരിച്ചതും എല്ലാം ബെർലിനിലെ ഭൂമിക്കടിയിലൊരു ബങ്കറിലായിരുന്നു. അവിടെയൊക്കെ നമ്മൾ ഇനി പോകുന്നുണ്ട്, ആ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ അവസാന നിമിഷങ്ങളുടെ തീവ്രമായ ഉദ്വേഗജനകമായ സംഭവങ്ങൾ നടന്ന ആ തെരുവുകളിലൂടെ, ആ ബങ്കറിരുന്ന സ്ഥലത്തൂടെ ഒക്കെ നമ്മളിനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഹിറ്റ്ലറുടെ ജീവിതം, ഹിറ്റ്ലർ മഹാക്രൂരനായൊരു ഭരണാധികാരിയായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ സംഭവങ്ങളെല്ലാം ലോകത്ത് ആയിരക്കണക്കിന് സിനിമകൾക്ക് കഥയായി. ഒരു വിചിത്ര കഥാപാത്രം, അദ്ദേഹം കടന്നു വന്ന സ്ഥലങ്ങൾ, അദ്ദേഹം ജീവിച്ച സ്ഥലങ്ങൾ, അദ്ദേഹം നിർണായക തീരുമാനങ്ങളെടുത്ത സ്ഥലങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായക സംഭവങ്ങളുണ്ടായ സ്ഥലങ്ങൾ, ഇതൊക്കെ ഇന്ന് ടൂറിസ്റ്റുകൾക്ക്, ചരിത്രം പഠിച്ചവർക്ക്, ചരിത്രം ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര കാഴ്ച. അതുകൊണ്ട് തന്നെ ഈ ഈഗിൾസ് നെസ്റ്റിലേക്കും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് വരുന്നത്. ഹിറ്റ്ലർ താമസിച്ചിരുന്ന മുറികളും അദ്ദേഹത്തിൻ്റെ വിശ്രമ പ്രദേശങ്ങളും ഒക്കെ ഇന്ന് റെസ്റ്റോറൻറ്റുകളും സുവനീർ ഷോപ്പുകളും എല്ലാം മാറി ആളുകൾക്ക് കയറി ഇറങ്ങാം. ഞാൻ അതിനോട് എല്ലാം നടന്നു, കാഴ്ചകൾ പകർത്തി. പിന്നെ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനും ബിനുവും കൂടെ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നു. ഞങ്ങളുടെ ബസ് പുറപ്പെടേണ്ട സമയമായിരുന്നു. അതിൽ കയറി തിരിച്ച് യാത്രയായി. മടക്കാണ്. ഈ മടങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബച്ചസ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ ഉപ്പ് ഖനി പ്രദേശം കണ്ടു. മടക്കയാത്ര മല ഇറങ്ങുന്നത് ഞങ്ങൾ തീരുമാനിച്ചു വേറൊരു വഴിയിലൂടെ പോകാം. നമ്മളിനി ബിനുവിൻ്റെ വീടിരിക്കുന്ന ഭാഗത്തേക്കല്ല പോകേണ്ടത്, മ്യൂണിക്കിലെ എയർപോർട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പം മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ആ വഴി അതിമനോഹരമായ മറ്റൊരു പാതയാണ്. എത്രയോ ഗ്രാമങ്ങൾ പിന്നിട്ട് അവിടുത്തെ ജീവിതങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഏകദേശം രാത്രി ഒരു 7 മണിയായപ്പോഴത്തേക്കും മ്യൂണിക്കിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഞാൻ ബിനുവിനോട് യാത്ര പറഞ്ഞു. ഞാൻ എയർപോർട്ടിനുള്ളിലേക്ക് നടന്നു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്.
സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.